വെൽക്കം ബാക്ക് ടു പുശ്ശേരി വ്ളോഗേഴ്സ്. നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓഗസ്റ്റ് 19 ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ കുഞ്ഞതിഥി വസുദേവ്, അതായത് ദേവൂട്ടെന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ 28ൻ്റെ വീഡിയോ ഒക്കെ നടത്തും, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് വിദ്യയുടെ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് അവനെ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. അപ്പോൾ സമയം ഇപ്പോൾ 10:30 1:30 മണിക്ക് ശേഷം വീടിൻ്റെ അകത്തേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ നല്ല മുഹൂർത്തത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുങ്ങണതിൻ്റെ വീട്ടിലേക്ക് കടക്കാം. എല്ലാവരും എവിടേക്കാണ്? ഞങ്ങളുടെ കൊച്ചുമോൻ ദേവോട്ടിനെ ഞങ്ങൾ വിളിക്കാൻ പോകാം. ആദ്യമായിട്ട് വീട്ടിൽ കൊണ്ടുവരാനല്ലേ? അപ്പൊ അതിന്റെ ഒരുക്കമരങ്ങളാണ് എല്ലാം റെഡിയായ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇറങ്ങാൻ നിൽക്കണം എല്ലാവരും. അപ്പൊ എല്ലാവരും ഹായ് തരി. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് വിളിച്ചോണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ കാറ് സ്റ്റാർട്ടാക്കി. അപ്പൊ ഫാമിലി എല്ലാവരും ഉണ്ട്. ഇതാ വലിയമ്മ, ഇതാ വലിയച്ഛൻ, അമ്മ, ഇതാ അച്ഛൻ വണ്ടീനുള്ളിൽ. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മൾ വിദ്യയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബൈക്കിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാറിൽ സ്ഥലമില്ല പറഞ്ഞു. അപ്പോൾ നമ്മൾ വിദ്യയുടെ വീട്ടിന് മുമ്പിലെത്തി. നമ്മൾ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട് കുറച്ച് ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വരെ ഫോട്ടോഷൂട്ടാണ്. ദേവൂട്ടനും മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും അതുപോലെ മാമനും എല്ലാവരും കൂടി നല്ലൊരു ഫോട്ടോഷൂട്ടിലാണ്. അതിനിടയ്ക്കാണ് ഞങ്ങൾ കയറി ചെന്നത്. അപ്പോൾ അവൻ ദേവൂട്ടൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ചന്തക്കാരൻ കുട്ടിയായി അവിടെ നിന്ന് ഫോട്ടോഷൂട്ടിൽ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ കയറി ചെന്നത്. നമ്മളിപ്പോൾ അവനെ അടുത്ത് അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വിദ്യ അകത്തേക്ക് കയറി അവരുടെ മുത്തശ്ശിമാർ 3 മുത്തശ്ശിമാർ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അവരാണ് അവൻ്റെ കൊഞ്ചിക്കലും അവൻ്റെ ഫ്രണ്ട്സും എല്ലാം. അപ്പോൾ നമ്മൾ കർക്കിടകം തൊട്ടേ ഓണത്തിന് മുന്നോടിയായിട്ട് നമ്മൾ പൂക്കളോടും. വിദ്യയുടെ വീട്ടിൽ പൂക്കളൊട്ടതാണ് നമ്മൾ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ എല്ലാവരും വന്ന പാടെ അവനെ കൊഞ്ചിക്കാൻ തുടങ്ങി. അപ്പോൾ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വന്നിട്ട് അവൻ്റെ മൂടൊക്കെ ഒന്ന് മാറി. അപ്പോൾ ഇടയ്ക്കൊരു കരച്ചിലൊക്കെ വന്നു ആൾക്ക്. എന്നാലും കുഴപ്പമില്ല, ആൾ അഡ്ജസ്റ്റ്. അപ്പോൾ ആ കരച്ചിലിനിടയ്ക്കും അവൻ എല്ലാവരും പോകുന്നുണ്ടായിരുന്നു. ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരുടെ കൂടി ഇരുന്ന് എല്ലാവരും സന്തോഷപ്പെടുത്തി അവന് കൊഞ്ചിക്കാനുള്ള അവസരമൊക്കെ അവൻ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നവരെല്ലാം അവൻ്റെ മുത്തശ്ശിമാരാണ്. മുത്തശ്ശിമാർ അവരവരുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുന്നിൽ അച്ഛനും മാമന്മാരും എല്ലാവരും അകത്തിരുന്ന് ചായ കുടിച്ച് അവരുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒട്ടും വിട്ടുകൊടുക്കാതെ ഓരോ വിശേഷങ്ങൾ ഓരോന്നവർ പറയാൻ തുടങ്ങി. അങ്ങനെ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയതെന്ന് നമ്മൾ അറിഞ്ഞത്. നേരെ അടുക്കളയിലേക്ക് വെച്ച് പിടിച്ചപ്പോൾ അവിടെ വിളമ്പുന്നു ബിരിയാണി, സാലഡ്, കുറുമ, അച്ചാർ. കണ്ടപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ദേവൂട്ടനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ നല്ലോണം കരയുന്നുണ്ട് ഇടയിൽ കൂടെ. എല്ലാവരും അവൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അവനെ എടുത്തുകൊണ്ട് വരുന്നതിന് മുന്നോടിയായി നമ്മൾ അവൻ്റെ മുത്തശ്ശിക്കും മുത്തശ്ശനും അതുപോലെ തന്നെ അവൻ്റെ മാമനും ഒക്കെ ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് അവരെ ഏൽപ്പിച്ച് അവരുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി ദേവൂട്ടനെ അവൻ്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് വിദ്യ അവരുടെ അനുഗ്രഹമെല്ലാം വാങ്ങിച്ച് അവനെ കയ്യിലോട്ട് അവരുടെ കയ്യിൽ നിന്ന് വല്യമ്മയാണ് വാങ്ങുന്നത്. അപ്പോൾ വയസ്സിന് മൂത്ത ഒരാൾ വല്യമ്മയാണ്. അപ്പോൾ വല്യമ്മ തന്നെ അവനെ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവൻ ഏറ്റുവാങ്ങി. അപ്പോൾ അവനിപ്പോൾ പുറത്തേക്ക് വന്നു. ആൾ തലയിൽ ടർക്കിയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. എന്നാലും കരച്ചിൽ വിട്ടിട്ടില്ല. എന്താണെന്നറിയില്ല, ഉറക്കം വന്നെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കാറിൽ കയറിയപ്പോൾ പിന്നെ ആൾ ഉഷാറായി. ആൾ പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛൻ എന്താ കാറെടുത്തു. എല്ലാവരും ബാക്കിലുണ്ട്. പതിവ് പോലെ ഞാൻ ബൈക്കിൽ തന്നെയാണ് വന്നത്. വരുമ്പോൾ അംഗസംഖ്യ കൂടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ബൈക്കിൽ തന്നെയാണ് വന്നത്. അപ്പോൾ അവനെന്താ കാറിൽ നിന്ന് ഇറക്കി. നമ്മുടെ വീട്ടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവനെ കാറിൽ നിന്ന് ഇറക്കി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ വീട്ടിൻ്റെ മുന്നിലാണ് അവർ നിൽക്കുന്നത്. ദേവൂട്ടൻ ഏതോ പുതിയ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണ്.
അപ്പോൾ വീടൊക്കെ കണ്ടപ്പോൾ ദേവൂട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. വീട്ടിൻ്റെ പെയിൻറ്റ് മാമ്പഴ മഞ്ഞായതുകൊണ്ട് അവൻ്റെ കണ്ണിൽ നല്ല സുഖമായിട്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട്. മഞ്ഞ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേവൂട്ടനെ വീടിനകത്തേക്ക് സ്വീകരിക്കാൻ വേണ്ടി വലിയമ്മ ആരതി ഒഴിയാൻ വേണ്ടി മഞ്ഞൾ വെള്ളവും തട്ടുമെടുത്ത് അവനെ ആരതി ഒഴിയണ ഒരു ചടങ്ങാണിത്. അപ്പോൾ ആരതി ഒഴിഞ്ഞ് നല്ലൊരു സമയം നല്ലൊരു മുഹൂർത്തം നോക്കി അവനെ വീട്ടിനകത്തേക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുന്നൊരു ചടങ്ങാണിത്. അത് നാട്ടിൻപുറങ്ങളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ച തന്നെയാണ്. നല്ലൊരു ദിവസം നോക്കി ഉള്ളിലേക്ക് ആരതി ഒഴിഞ്ഞ് അവരുടെ ദോഷമെല്ലാം ആയിട്ട് വീട്ടിനകത്തേക്ക് സ്വീകരിക്കുന്നൊരു കാഴ്ച. അപ്പോൾ അതാണ് നമ്മൾ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേവൂട്ടൻ വളരെ ഹാപ്പിയാണ്. താഴെ കാല് കഴുകണ വെള്ളമൊക്കെ നോക്കി അവനിങ്ങനെ താഴെ തന്നെ കുഞ്ഞു നോക്കണം, എന്താ അവർ ചെയ്യണമെന്നുള്ളത് നോക്കിയിട്ട് അവനിങ്ങനെ നോക്കുക താഴേക്ക്. ആരുടെയും മുഖത്തൊന്നും നോക്കില്ല, അവൻ താഴത്തെ കാര്യങ്ങൾ മാത്രം നോക്കുന്നത്. അപ്പോൾ ആരതി ഒഴിഞ്ഞ് കഴിഞ്ഞ് വീട്ടിനകത്തേക്ക് വിദ്യയും ദേവൂട്ടനും കൂടി കയറി നല്ലൊരു ദിവസം നോക്കി നല്ലൊരു സമയം നോക്കി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് വീട്ടിനകത്തേക്ക് കയറിയത്. ദേവൂട്ടനൊപ്പം അകത്തേക്ക് കയറി പൂജാറൂമിൽ പോയി ആദ്യം ദൈവങ്ങളെ തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിച്ച് നല്ലത് വരുത്തണേ എന്ന് ദേവൂട്ടൻ പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അത് ഞങ്ങൾ പൂജാറൂമിനെ തുടങ്ങാറുള്ളൂ. അപ്പോൾ ദേവൂട്ടൻ പ്രാർത്ഥിച്ച് അവനെ നേരെ അവൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോവാണ്. ബെഡ്റൂമിൽ നമ്മൾ കുറച്ച് ഡെക്കറേഷൻസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ വരുന്നത് പ്രമാണിച്ച് ആൾക്ക് നല്ല ഹാപ്പിയായി. ഇത് കണ്ടപ്പോൾ ആളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഈ ഡെക്കറേഷൻ. അപ്പോൾ റൂമിൻ്റെ അകത്തേക്ക് ദേവൂട്ടൻ കയറി ആൾ അമ്പരന്ന് പോയി. അവിടത്തുള്ള ഡെക്കറേഷനും അതുപോലെ ബൊമ്മകളും ബലൂണൊക്കെ കണ്ടപ്പോൾ ആളങ്ങനെ അത് മൊത്തം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നേരെ ഒന്നും നോക്കിയില്ല, നേരെ കൊണ്ട് ബെഡിൽ അവനെ കിടത്തി. ആദ്യമായിട്ട് ബെഡിൽ കിടത്തിയത് പിന്നെ അവൻ മേലത്തെ ബലൂണും ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ എല്ലാവരെയും കണ്ട് ചിരിച്ച് കളിച്ച് കാലിട്ടടിച്ച് ഒരേ കളിയായിരുന്നു. അവൻ്റെ ചിരിയും കളിയൊക്കെ കണ്ടുനിന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല. അപ്പോൾ ഇനി തുടരെയുള്ള വീഡിയോകളിൽ നമ്മുടെ ദേവൂട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അവൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.